ഇറ്റ്സ് മീ ശ്വേതാപ്പി. അപ്പം ഞാൻ ഇന്നുള്ളത് ചിന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ പെരിയകൊമ്പ് എന്ന് പറഞ്ഞൊരു ലോഗ് ഹൗസിലാണ് കേട്ടോ. ഇതാണ് ആ ലോഗ് ഹൗസ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഇന്നത്തെ വിശേഷങ്ങൾ മൊത്തം ഇവിടത്തെ ആയിരിക്കും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ചിന്നാർക്കാട്ടിൽ തന്നെയുള്ള പാമ്പാർ ലോഗ് ഹൗസിലെ കാഴ്ചകളാണ് കാണിച്ചിരുന്നത്. ആനകളെയൊക്കെ കണ്ടിരുന്നു കേട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇന്ന് ഞാൻ പോകുന്നത് പെരിയകൊമ്പ് ലോഗ് ഹൗസിലേക്കാണ്. ഉൾക്കാട്ടിലൊരു കിടിലൻ വ്യൂ പോയിന്റിലാണ് ഈ സ്റ്റേ ഇരിക്കുന്നത്. ഇത്തവണയും കാട്ടാനകളെയും പിന്നെ വെള്ള കാട്ടുപോത്തിനെയും ഒക്കെ കണ്ടിരുന്നു കേട്ടോ. കാട്ടിൽ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റിയ സ്ഥലമാണിത്. പാക്കേജ് ഡീറ്റെയിൽസ് ഒക്കെ വഴിയെ പറഞ്ഞുതരാം. 2 മണിക്കുള്ളിൽ വനജോത്സവയിലെത്തി ചെക്ക് ഇൻ ചെയ്ത് അവിടുന്ന് ഗൈഡിനെ കൂട്ടി നേരെ നമ്മൾ 3 കിലോമീറ്റർ ദൂരെയുള്ള ചമ്പക്കാട് ട്രൈബൽ സെറ്റിൽമെന്റിലേക്ക് പോകുന്ന ഈ ഗേറ്റ് വേയിലെത്തി. എന്നിട്ട് ഇവിടെ നിന്നാണ് പെരിയകൊമ്പ് ലോഗ് ഹൗസിലേക്കുള്ള ട്രെക്ക് ശരിക്കും തുടങ്ങുന്നത്. ഇവിടെ വരെ സ്വന്തം വണ്ടിക്ക് വരാവുന്നതാണ്. ഇവിടെയുള്ള സ്റ്റേയോ ട്രെക്കോ ബുക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ഫോറസ്റ്റ് ഗൈഡിന്റെ ഒപ്പം മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. പോകുന്ന വഴി എല്ലായിടത്തും ഇതുപോലെ ഹനുമാൻ കുരങ്ങുകളും ഓടിച്ചാടി നടക്കുന്നത് കാണാട്ടോ. അതിമനോഹരമായിട്ടുള്ള ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ ഇത്. കഴിഞ്ഞ വീഡിയോയിൽ പാമ്പാർ ലോഗ് ഹൗസിൽ പോയപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന പ്രകാശേട്ടൻ തന്നെയാണ് ഇന്നും നമ്മുടെ ഒപ്പം വരുന്നത്. വെള്ളം വരുന്നെങ്കിൽ ഈ പാറ മൊത്തം വെള്ളം കയറും. മൊത്തം വെള്ളം കയറും. പ്രകാശേട്ടൻ പറഞ്ഞത് കേട്ടോ, മഴയുള്ളപ്പോ ഭയങ്കര വെള്ളമായിരിക്കും ഇവിടെ. ഈ പാറപ്പുറത്ത് കൂടെയൊക്കെ കുത്തി ഒലിച്ച് ഒഴുകുമായിരിക്കും വെള്ളം. ഇവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ കൂടി നടക്കാനുണ്ട് ലോഗ് ഹൗസിലേക്ക്. പക്ഷെ പകുതിയും കയറ്റമാണ്. ഇതാണ് ചമ്പക്കാട് കുടി. ഈ വഴിയാണ് പെരിയകൊമ്പ് പോകുന്നത്. ഇതൊരു ചെറിയ ട്രൈബൽ സെറ്റിൽമെന്റ് ആണ്. ഒരുപാട് വീടുകളൊന്നുമില്ല. എന്നാലും ഇവിടെ ഒരു LP സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. പ്രകാശേട്ടന്റെ വീടും ഇവിടെ തന്നെയാണ്. പണ്ട് കാലങ്ങളിലെ പോലെ ഒന്നും അല്ല കേട്ടോ. ഇപ്പോൾ ട്രൈബൽ സെറ്റിൽമെന്റിലെ എല്ലാം കോൺക്രീറ്റ് വീടുകൾ കാണാം. നല്ല ഭംഗിയാണ് ഈ വഴികളൊക്കെ കാണാനായിട്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ചിന്നാർക്കാടിൽ മൊത്തം ചൂടാണെങ്കിലും ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുന്ന വഴി ഒരു മലയണ്ണാനെ കണ്ടിട്ടോ. നമ്മുടെ മിക്ക ട്രെക്കിലും സാധാരണയായി കാണാറുള്ള മലബാർ ജയന്റ് സ്ക്വയറിൽ തന്നെയാണത്. പിന്നെ ചിന്നാർ കാടുകളിൽ മെയിനായിട്ട് കാണപ്പെടുന്ന മറ്റൊരു മലയണ്ണാനുണ്ട്, ചാമ്പൽ മലയണ്ണാൻ അല്ലെങ്കിൽ ഗ്രിസിൽഡ് ജയന്റ് സ്ക്വയറൽ. എനിക്ക് പക്ഷെ അതിനെ കാണാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ കുറച്ച് വീടുകളുണ്ടെങ്കിലും സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് ഈ വഴി നടക്കുമ്പോൾ മയിലിന്റെയും മറ്റു പല പക്ഷികളുടെ ഒക്കെ ശബ്ദം കേട്ടുകൊണ്ട് കാടിന്റെ ആംബിയൻസിൽ അങ്ങനെ അങ്ങ് ആസ്വദിച്ച് നടക്കാം. ഈ താഴെ കിടക്കുന്നത് മുള്ളംപന്നിയുടെ മുള്ളാണേ. ഇതിലെ ഈ ഒരു മുള്ളിന്റെ വൈറ്റ് ഭാഗമായിരുന്നു മുള്ളംപന്നിയുടെ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തിരുന്നത്. ഇപ്പുറത്തെ അറ്റം നല്ല ഷാർപ്പാണ്. ഇതെങ്ങാനും നമ്മുടെ ബോഡിയിൽ തറഞ്ഞു കയറിയാൽ നല്ല വേദനയായിരിക്കും. ഇതുപോലെ പല പല കാഴ്ചകളൊക്കെ കണ്ട് കൊടും കാട്ടിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ വഴിയാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ലാട്ടോ. ഈ വ്യൂ ഒന്ന് നോക്കിക്കേ നിങ്ങള്, എന്ത് ഭംഗിയല്ലേ. അപ്പൊ ഇവിടെ തൊട്ട് കയറ്റം തുടങ്ങുവാണേ. ദേ ഇവിടെ ഒരാൾ ഇരിക്കുന്നത് നോക്കിക്കേ. ചെടികളുടെ ഇടയിലായിട്ട് ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നത് അറിയുന്നത് പോലും ഇല്ല കേട്ടോ. ഇതാണ് ഇന്ത്യൻ സ്റ്റിക്ക് മാൻറ്റിസ്. എനിക്കിത് കയ്യിൽ ഇങ്ങനെ ഇരുന്ന് അനങ്ങിയിട്ട് ഇക്കിളി ആയിട്ടും ആയിരുന്നു. എന്തായാലും ഇതിനെ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കുവാണേ ഞാൻ. പ്രേയിങ് മാൻറ്റിസ് നടക്കാൻ പോണേ.
നടക്കാനില്ല. ഇനി എന്തോരം ഉണ്ട് നടക്കാൻ? വെയില് തലക്കടിച്ച് വട്ടായതാണെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോ നല്ല ചൂടും പ്രതീക്ഷിച്ചുകൊണ്ട് വന്നാ മതി. ഇപ്പൊ നമ്മള് പെരിയകുമ്പോ പകുതി മുക്കാലോളം കയറി കേട്ടോ. നല്ല വെയിലുണ്ട്, പിന്നെ കുത്തിനുള്ള കയറ്റായതുകൊണ്ട് അധികം വെയിറ്റ് ഒന്നും ഇല്ലാണ്ട് വരണമായിരിക്കും നല്ലത് ബാഗിന്. എൻ്റെ ബാഗിന് നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട്, അത് ഇത്രയും വെയിറ്റ് ബാഗിന്. അപ്പോൾ വാ നമുക്ക് കയറാം. കുറച്ചുകൂടെ കയറി കഴിഞ്ഞപ്പോഴേക്കും ഈ ഭാഗത്തൊക്കെ നല്ല കാറ്റായിരുന്നു കേട്ടോ. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ എല്ലായിടത്തും നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല വെയിലായിട്ടുണ്ട് ഇപ്പോൾ. താഴെയുള്ള പാറക്കല്ലൊക്കെ നല്ലോണം ചൂടായി കിടക്കുന്നത് കൊണ്ട് അടുപ്പിന്റെ പുറത്തുകൂടി നടക്കുന്നത് പോലെയുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് തണൽ കണ്ടപ്പോൾ കാറ്റും കൊണ്ട് കുറച്ചു നേരം ഈ തണലത്തിരുന്നു. ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ. കാരണം നല്ല വെയിലത്തൂടെ കുറെ നേരം നടന്നു ഞാൻ. നമ്മുടെ ഒപ്പമുള്ള പ്രകാശേട്ടനാണെങ്കിൽ നല്ല സ്പീഡിലാണ് ഈ മലയൊക്കെ കയറുന്നത്. അതിൽ അതിശയപ്പെടാനൊന്നുമില്ല. കാരണം ഈ ചേട്ടൻ ഇവിടെയാണല്ലോ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് ഈ ചൂടൊന്നും പുള്ളിക്കാരന് വിഷയമേ അല്ല. ഇവിടെ ഉള്ളവരൊക്കെ ഡെയിലി ഈ മലകളൊക്കെ കയറി ഇറങ്ങി നടക്കുന്നവരാണ്. ഈ വഴിയിലൊക്കെ ആനപ്പിണ്ടം കിടക്കുന്നതാണ്. ഇതെല്ലാം ആന വരുന്ന വഴിയാ. ഇതുപോലൊരു വഴിയിലാണ് കഴിഞ്ഞ തവണ പാമ്പാറിൽ പോയപ്പോഴത്തേക്കും നമ്മൾ ആനയെ കണ്ടത്. അങ്ങനെ നടന്ന് നടന്ന് അവസാനം നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന പെരിയകുമ്പ് ലോഗ് ഹൗസ് എത്തിട്ടോ. ഇത് ചുറ്റും ഈ കമ്പി കെട്ടിക്കണല്ലോ ആനയൊന്നും വരാതിരിക്കാൻ. 2 സെപ്പറേറ്റ് ഫെൻസിങ് ഉണ്ട് ഇവിടെ. അങ്ങനെ ആദ്യത്തെയും കടന്ന് രണ്ടാമത്തെയും കടന്ന് നമ്മൾ ഇവിടെ എത്തിട്ടോ. ഇതാണ് പെരിയകുമ്പ് ലോഗ് ഹൗസ്. ഓ വ്യൂ നോക്കിക്കേ, വ്യൂ ഉണ്ടോ? എന്ത് ഭംഗിയാ. നേരെ കാണുന്നത് കൊടൈക്കനാൽ പളനി ഹിൽസ് ആണ്. കുറച്ചുകൂടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന നല്ല ഉയരമുള്ള ആ മലകൾക്കപ്പുറമാണ് വട്ടവട. പിന്നെ അറ്റത്ത് ആ ഭാഗത്താണ് മറയൂർ, കാന്തല്ലൂർ ഒക്കെ വരുന്നത്. അപ്പൊ ഈ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ നിൽക്കുന്നത് നമ്മുടെ ഈ ലോഗ് ഹൗസിന്റെ ഫ്രണ്ടിൽ നിന്നാ കാണാട്ടോ. നമുക്ക് നേരെ ലോഗ് ഹൗസിന്റെ അകത്ത് കയറി നോക്കാം. ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു സ്പേസിൽ ടേബിളും ചെയറൊക്കെ ഇട്ട് ഇരിക്കാനായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ട്. ലോഗ് ഹൗസിന്റെ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റേ ചെയ്തിട്ടുള്ള പാമ്പാർ ലോഗ് ഹൗസിന്റെ പോലെ തന്നെയാണ് കേട്ടോ. ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. പിന്നെ ഈ ലോഗ് ഹൗസും സോളാർ പവേർഡാണ്. പക്ഷെ ടോയ്ലറ്റിലെ ലൈറ്റ് വർക്കിംഗ് അല്ലായിരുന്നു. അതുമാത്രമല്ല, വെള്ളം മോട്ടർ അടിച്ച് കയറ്റാനുള്ള സൗകര്യമൊന്നും ഇവിടെ ആയിട്ടില്ല. അതുകൊണ്ട് പൈപ്പിൽ വെള്ളമൊന്നും വരില്ല. ഇവിടുത്തെ ലോഗ് ഹൗസ് ഒക്കെ ഒരേ ഡിസൈനൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അതിരിക്കുന്ന സ്ഥലവും അവിടെ നിന്ന് കാണുന്ന വ്യൂ ഒക്കെയാണ് ഈ ലോഗ് ഹൗസുകളെ ഒക്കെ വ്യത്യസ്തമാക്കുന്നത്. ഞാൻ നേരെ വന്നിരുന്ന് ഒരു വെൽക്കം ടീ ഒക്കെ കുടിച്ച് വ്യൂ ഒക്കെ കണ്ട് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. നേരെ കാണുന്ന മലകൾക്കും എനിക്കും ഇടയിലായിട്ട് കൊടും കാടാണ്. ഈ കാട്ടിലാണെങ്കിലോ ഒരുപാട് മൃഗങ്ങളും ഉണ്ട്. അപ്പൊ ഈ ഒരു ഹൈറ്റിൽ നിന്ന് കാട്ടിലേക്ക് നോക്കിയ ഒരുപാട് വൈൽഡ് ആനിമൽസിനെ കാണാൻ പറ്റും. അങ്ങനെ കുറച്ചു നേരം നോക്കി നിന്നപ്പോ കണ്ടതാണ് കേട്ടത് ഒരു കൂട്ടം കാട്ടുപോത്ത് വരുന്നത് കണ്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൂട്ടത്തോടെ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാട്ടോ. അങ്ങനെ ഇതുങ്ങളെ കുറച്ചു നേരം നോക്കി നിന്നു. ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞാണ് ശ്രദ്ധിച്ചത് ഈ കൂട്ടത്തിൽ ഒരു വെള്ള ബൈസൺ കൂടി ഉണ്ടായിരുന്നു. ഇത് വളരെ റെയറായിട്ട് കാണുന്ന ഒരു സൈറ്റിംഗ് ആണ്. ആൽബൈനോ ഗോർ അല്ലെങ്കിൽ വൈറ്റ് ബൈസൺസ് എന്നാണ് വിളിക്കാറ്. സ്കിന്നിന് കറുപ്പ് നിറം ഉണ്ടാക്കുന്ന മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് ഈ വൈറ്റ് പിഗ്മെന്റേഷൻ വരുന്നത്. അങ്ങനെയാണ് ഇതിന് വെള്ള നിറമായത്. ആ കാട്ടുപോത്തുകളൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് മഞ്ഞപ്പെട്ടി. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തായിട്ട് കാണുന്ന ഈ വെള്ള കാട്ടുപോത്തിനെ മഞ്ഞപ്പെട്ടി വൈറ്റ് ബൈസൺ എന്ന് വിളിക്കാറുണ്ട്. ചില ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഈ വൈറ്റ് ബൈസൺസിനെ ആരാധിക്കാറുണ്ട്. ചിലർ ഇതിനെ കാണുന്നത് ഒരു അനുഗ്രഹമായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു നിമിത്തമായിട്ടൊക്കെ കാണാറുണ്ട്. ഈ കാട്ടുപോത്തുകളെയൊക്കെ നോക്കി ഇന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഇവര് നമുക്കുള്ള ഡിന്നർ പ്രിപ്പയർ ചെയ്തു തുടങ്ങി.
ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഇന്നത്തെ ഡിന്നർ. ഈ പാക്കേജിൽ ചപ്പാത്തിയുടെ ഒപ്പം വെജ് കറിയോ മുട്ടക്കറിയോ ആണുള്ളത്. ഇതുപോലെ ചിക്കൻ കറിയൊക്കെ വേണമെങ്കിൽ വരുന്ന വഴിയെ മൂന്നാറിൽ നിന്നോ മറയൂരിൽ നിന്നോ ചിക്കനും ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നാൽ മതി. അത് നമ്മുടെ ഗൈഡ്സ് കുക്ക് ചെയ്ത് തന്നോളും. അങ്ങനെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ട്രെക്ക് ചെയ്തതിന്റെ ക്ഷീണം കൊണ്ടും ചിക്കൻ കറിയുടെ ടേസ്റ്റ് കൊണ്ടും നല്ല പോലെ കഴിച്ചു ഞാൻ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഈ പാക്കേജിൽ. പക്ഷെ അത് ഇവിടെ നല്ല കേട്ടോ കഴിക്കുന്നത്. ലോഗ് ഹൗസിന് ചെക്ക്ഔട്ട് ചെയ്ത് വനജോത്സനയിൽ പോയി അവിടെ നിന്നാ കഴിക്കുന്നത്. രാവിലെ 6 മണിക്ക് മുന്നേ ഞാൻ എഴുന്നേറ്റു. സാധാരണ ഈ ടൈമിലൊക്കെ അനിമൽ സൈറ്റിങ്സ് കിട്ടുന്നതായതുകൊണ്ട് ഞാൻ നേരെ പുറത്തിറങ്ങി നിന്നു. നമ്മൾ ഇന്നലെ കണ്ട കാട്ടുപോത്തുകളൊക്കെ ആ ഭാഗത്ത് തന്നെയുണ്ട്. അങ്ങനെ കുറച്ചു നേരം നോക്കിയിരുന്ന് അവസാനം ഒരു കാട്ടാനെ കണ്ടു കിട്ടിട്ടോ. ഇവിടെ കാട്ടാനകൾ ഒരുപാടുള്ള സ്ഥലമാണേ. എന്തിനു ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് ഈ ലോഗ് ഹൗസിന്റെ ഫ്രണ്ടിൽ പോലും പണ്ട് ഗസ്റ്റ് ഉള്ള സമയത്ത് കാട്ടാനകൾ വന്നിട്ടുണ്ടെന്ന് ഗൈഡ് പറഞ്ഞിരുന്നു. ആ ഒരെണ്ണത്തിനെ കണ്ടതിന് പിന്നാലെ വീണ്ടും 3-4 എണ്ണത്തിനെ കൂടെ കണ്ടു. ഈ വീഡിയോയിൽ തന്നെ 3 കാട്ടാനകളുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരുപാട് ദൂരെയാണ്, അതുകൊണ്ട് വീഡിയോയുടെ ക്ലാരിറ്റി അല്പം കുറവാണ് കേട്ടോ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ വരാൻ പറ്റിയ പ്ലേസ് ആണേ. നല്ല ക്യാമറയും ടെലിലെൻസും ഒക്കെ ഉണ്ടെങ്കിൽ കിഡിലൻ ഫോട്ടോസ് ഒക്കെ എടുക്കാം. അങ്ങനെ ഇവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യുവാണ്. ഈ ഒരു പാക്കേജിന് 3500 രൂപയാണ് 2 പേർക്ക് വരുന്ന ചാർജ്. എക്സ്ട്രാ 1000 രൂപ കൂടി അടച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ. പിന്നെ ബുക്കിംഗ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പോകുന്ന വഴി ഒരു ചെറി മരം കണ്ടു. അതിൽ ഒരുപാട് ചെറീസ് ഉണ്ടായിരുന്നു. ഡ്രൈ ഫോറസ്റ്റിലൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ പഴങ്ങളും കായ്ക്കളും ഒക്കെയാണ് ഇവിടുത്തെ കുറേ ആനിമൽസിന്റെ ബേർഡ്സിന്റെ ഒക്കെ ഫുഡ് സോഴ്സസ്. അതുകൊണ്ട് 2 എണ്ണം മാത്രമേ ഞാൻ പറിച്ചുള്ളൂ. വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചു നോക്കാൻ ഒരു ആഗ്രഹം തോന്നിയിട്ടാ. ഇത് റോ ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചറം കാരണം വയറുവേദന ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട് ചറം കളഞ്ഞ് ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങി പഞ്ചസാര ലായനിയിൽ ഇട്ട് വെച്ചിട്ടൊക്കെയാണ് സാധാരണയായി കഴിക്കാറുള്ളത്. നമ്മൾ ഈ വരുന്നതും പോകുന്നതും ഒക്കെ കണ്ടുകൊണ്ട് മുകളിൽ കുറച്ച് ഹനുമാൻ ലങ്കൂർസ് ഇരിക്കുന്നുണ്ട്. ഇതുങ്ങളെ ഇതുപോലുള്ള ഡ്രൈ ഫോറസ്റ്റിലാണ് കാണാറ്. ലോഗ് ഹൗസിന്റെ അവിടെ കുരങ്ങ് ശല്യം ഇല്ലാട്ടോ. ഇതുങ്ങളെ ഈ ചമ്പക്കാട് കൂടിയുടെ അടുത്തായിട്ടൊക്കെയാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. അങ്ങനെ തിരിച്ചു വനജോത്സവം എത്തി. ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ദോശയും ചട്നിയും സാമ്പാറുമാണ് ഉള്ളത്. ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുവാണേ. എന്തായാലും നല്ലൊരു സ്റ്റേ ആയിരുന്നു. ലോഗ് ഹൗസിലെ സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും വന്യമൃഗങ്ങളെയൊക്കെ കണ്ട് വൈൽഡ് ലൈഫ് എൻജോയ് ചെയ്യാനും കുറച്ച് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ പോവാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.